Day decided to observe 26 June as the International Day Against Drug Abuse and Illicit Trafficking as an expression of its determination to achieve an international society free of drug abuse. A report based on an international journal regarding public health pointed out that 31.8% of the youth are addicted to liquor, smoking, hands or drugs. We can clearly understand from this sentence that how important is it to say no to drugs. So first, let's hear what Excise Preventive Officer and Vimukti Mission Master Trainer Manoj Sir have to say about this. ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി 1988 മുതൽ ആചരിച്ചു വരികയാണ്. നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭ അങ്ങനെ ഒരു ദിവസം ലോകം ആകമാനം പ്രത്യേകതയോടുകൂടി ആചരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ലഹരി അത് ലോകം എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അത് തീവ്രമായി. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ബോധവൽക്കരണം നൽകുക, അല്ലെങ്കിൽ അതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇങ്ങനൊരു ദിനം നമ്മൾ ആചരിച്ചു വരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമുക്ക് വിളിക്കുകയും പറയുകയും അഭിമാനിക്കുകയും അതിലേറെ അഹങ്കരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. കിഴക്ക് മലനാട്, പടിഞ്ഞാറ് തീരപ്രദേശം, ഇതിനിടയിലുള്ള ഇടനാട് എന്നിങ്ങനെ സ്ഥല കാല വ്യത്യാസമില്ലാതെ നടവഴിയും ഇടവഴിയും ഒക്കെ പിന്നിട്ട് ലഹരി നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ തുടച്ചു നിൽക്കുക അശ്രാന്ത പരിശ്രമം തന്നെ ആവശ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനിടയിലേക്ക് നമ്മുടെ പുതിയ തലമുറ ലഹരിയുമായി വന്ന് കയറരുത്, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ലഹരിയിലേക്ക് കടന്നു വരരുത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലുള്ള കുട്ടികളാണ് ലഹരിയിലേക്ക് അധികമായി വന്നു ചേരുന്നത്. ക്യാച്ച് ദ യങ് എന്ന പ്രിൻസിപ്പലോടുകൂടി ലഹരി മാഫിയ ഈ കുട്ടികളെ അതിലേക്ക് വലയിലാഴ്ത്തുകയാണ്. നമുക്കറിയാം, ഒരു മണ്ണെണ്ണവിളക്കിൽ നിന്ന് ഉയർന്നു വരുന്ന ആ സ്വർണ്ണവർണ്ണമുള്ള തീജാലയിലേക്ക് ഈയാമ്പാറ്റകൾ വരുന്നത് പോലെ, ഈയാമ്പാറ്റകൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്? ആ സ്വർണ്ണവർണ്ണം കാണുമ്പോൾ എന്തോ അട്രാക്ഷൻ ഉള്ള സാധനമാണ് തെറ്റിദ്ധരിച്ച് അതിലേക്ക് വന്നിട്ട് അതിൻ്റെ ആ ശരീരം വെന്ത് ഉരുകി ചിറകുകൾ കരിഞ്ഞ് അതിൽ ആ വിളക്കിൻ്റെ ചുവട്ടിൽ വീണ് ജീവിതം നശിച്ചു പോവുകയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മക്കൾസിന് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. കുട്ടികളെ അതിലേക്ക് ആകർഷിക്കാൻ പല തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് മാഫിയാസ്. നമുക്കറിയാം, സ്കൂൾ കുട്ടികളാകുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി കിട്ടും, പഠിക്കാനുള്ള കൂടുതൽ മാർക്ക് മേടിക്കാൻ സാധിക്കും, ഫുൾ A+ മേടിക്കാൻ സാധിക്കും എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലഹരിയിലേക്ക് കുട്ടികളെ വിളിച്ചു കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അവരെ ചൂണ്ടയിട്ട് പിടിച്ചെടുക്കുകയാണ്. ഒത്തിരി അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും സ്കൂളിലും കോളേജിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനോ ശരീരത്തിനോ യാതൊരു ഗുണം കിട്ടുന്നതിൽ തിരിച്ചറിയുക, പഠനത്തെയോ അല്ലെങ്കിൽ മറ്റ് സർഗവാസനകളെയോ പോഷിപ്പിക്കാൻ ലഹരിക്ക് ആവുന്നില്ലെന്ന് തിരിച്ചറിയുക. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ബോധപൂർവ്വം ഓർക്കണം, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ലഹരി ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലഹരിയോട് നമ്മൾ നോ പറയുകയാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഒരു തവണ നമ്മളത് രുചിച്ച് നോക്കിക്കോട്ടെ, എന്താണ് അതിൻ്റെ രുചി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണമെന്ന് രുചിച്ച് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ തുടങ്ങുകയാണ് നമ്മളുടെ കൗണ്ട് ഡൗൺ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് പെഗ് ഈസ് എ ഡേഞ്ചറസ് പഫ്. ആദ്യത്തെ പെഗ് അല്ലെങ്കിൽ ആദ്യത്തെ പഫ്, അതാണ് നമ്മളെ ഡേഞ്ചറസ് ആക്കുന്നത്. കാരണം ആ ഒരു തവണ ഓൺലി എൻട്രി ടു ദ വേൾഡ് ഓഫ് ഡ്രഗ്സ് എന്നാണ് പറയുക. ലഹരിയുടെ ലോകത്തേക്ക് പ്രവേശനം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു തവണ ഇതൊന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ രുചി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് മാത്രം വിചാരിച്ചൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തിരിച്ചു വരവ് വളരെ പ്രയാസകരമാണ്. കൗൺസിലിംഗ്, മെഡിക്കേഷൻ ഒക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട്. അങ്ങനെ തന്നെ ചെയ്താൽ തന്നെ എല്ലാവരും തിരിച്ച് ലഹരിയിൽ നിന്നും വിടുതലായി വരുന്നുമില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ, അവർക്ക് ഒരുപാട് ആണുങ്ങളെക്കാൾ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് സ്ത്രീകളെ ഈ ലഹരി ബാധിക്കുന്നത്. ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ലഹരിയുടെ 10-1 ഉപയോഗിച്ചാൽ തന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് അഡിക്റ്റ് ആവുന്നു. അവർക്ക് ഒരുപാട് പ്രോബ്ലംസ്, നമുക്കറിയാം, മെൻസ്ട്രൽ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഈ ലഹരി വിരുദ്ധ ദിനത്തിലെ കായംകുളം സെന്റ് മേരീസ് HS എല്ലാ കുട്ടികൾക്കും, എല്ലാ അധ്യാപകർക്കും, എല്ലാ രക്ഷിതാക്കൾക്കും ലഹരിക്കെതിരെ പോരാടാനുള്ള മനസ്സുണ്ടാകട്ടെ. തുടർന്നുള്ള ജീവിതം ലഹരി വസ്തുക്കളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ജീവിതം തന്നെ ലഹരി എന്ന് ഉറക്കെ പിടിച്ചുകൊണ്ട്, ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now let's listen to a message by our teacher. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ദീപ്തി, മറ്റു സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം.
ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലോകമെങ്ങും പലതരം രൂപങ്ങളിലും ഭാവങ്ങളിലും സുലഭമായി ലഭിക്കുന്ന ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങൾ രേഖപ്പെടുത്തുന്ന ദിനം. ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ ലോക ലഹരി വിരുദ്ധ ദിന പ്രമേയം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ് സേവ് ലൈവ്സ്, അതായത് മയക്കുമരുന്നിനെ കുറിച്ചുള്ള വസ്തുതകൾ പങ്കുവയ്ക്കുക, ജീവൻ രക്ഷിക്കുക എന്നതാണ്. ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ലഹരിയുടെ അമിതമായ ഉപയോഗങ്ങളും അവ വരുത്തിവെക്കുന്ന വിനാശങ്ങളും എന്നത് തന്നെയാണ്. ഇതിന്റെ ഉപയോഗത്തിനെതിരെ ലോകമെങ്ങും പലതരം പ്രതിഷേധങ്ങളും ബോധവൽക്കരണവും നടത്തിവരുന്നു. എന്നിട്ടും ഇതിന്റെ ഉപയോഗമോ ഉൽപാദനമോ കുറയുന്നില്ല എന്നതാണ് വാസ്തവം. മനുഷ്യവംശത്തിനുമേൽ പതിച്ച ഏറ്റവും വലിയ ദുരന്തമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ലഹരി വസ്തുക്കളെ വിശേഷിപ്പിച്ചത്. ലഹരിയുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും അകപ്പെട്ടു പോകുന്നത് വിദ്യാർത്ഥികളും യുവാക്കളും തന്നെയാണ്. ജീവിതത്തിന്റെ അവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന ഇത്തരം വസ്തുക്കളെക്കുറിച്ച് ശരിയായ അറിവോ ജാഗ്രതയോ അവർക്കില്ല എന്നതാണ് വാസ്തവം. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആൺകുട്ടികളാണ്. എന്നാൽ ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും ലഹരിയുടെ മായാവലയത്തിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്നവർ, പുറമേയുള്ള കൂട്ടുകാർ ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ട് ഒരു തമാശ രൂപേണ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നു. എന്നാൽ കുട്ടികളെ ഓർത്തുകൊള്ളുക, ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ പ്രയാസമാണ്. ലഹരി ജീവിതത്തെയും ശരീരത്തെയും കുടുംബത്തെയും ബാധിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്നു. മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. നമ്മളെ പല രോഗാവസ്ഥകളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നു. ഇത് അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആശുപത്രി കിടക്കകളിലേക്കും പിന്നീട് മരണത്തിലേക്കുമാണ്. ലഹരി കിട്ടാതാകുമ്പോൾ പലരും അക്രമവാസനകളിലേക്ക് തിരിയുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾക്ക് ലഹരി ഉണ്ടാവണം. അത് ലഹരി വസ്തുക്കളോടല്ല, നമ്മുടെ ജീവിതത്തോട്. കാരണം ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ രാജ്യത്തിന്റെ ഭാവി തകർക്കും വിധം സുലഭമായി ലഭിക്കുന്ന ലഹരി വസ്തുക്കളുടെ അപകടം അറിയുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും ബോധവൽക്കരണം നടത്തുവാനും പൂർണ്ണമായി ഒഴിവാക്കുവാനും നിങ്ങൾക്ക് കഴിയണം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, teacher. Now let's see our students' performances in connection with Anti-Drug Day. My name is Asmiya Chandra and I am from class 6 in St. Mary's DHS Karimura. Today I would like to present my speech about Anti-Drugs Day. Respected headmasters, teachers and my dear friends, nowadays drugs are available in all areas. Therefore, it is not surprising that drug usage came to increase from year to year. It is a threat to our world, and it is very threat to our neighbors, friends, and our family. Drug is a substance that changes our body, our mind work, and it is very dangerous to our health. Everybody knows that drugs are a problem. Everybody knows how bad it is. If we fight these drugs on a divided nation, and that war is lost. Drug is such like an evil dead. Of course, we will take victory, and it is very, very bad. But we will take victory with your help. Fight against drugs, and it is very nice to our health, our family, and our world. Fight against drugs. No to drugs, yes to life. Thank you. മാന്യസദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. ജൂൺ 26 ലോക ലഹരി വിമുക്ത ദിനം. വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ആഗോള സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന വിപത്തുകളെ സൂചിപ്പിക്കുന്ന ദിനം. ആധുനിക സമൂഹത്തെ കവർന്നുകൊണ്ടിരിക്കുന്ന
രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഐക്യരാഷ്ട്ര സംഘടന 1987 ജൂൺ 26 ലോക ലഹരി വിമുക്ത ദിനമായി ആചരിച്ചു വരുന്നു. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ രാജ്യത്തിന്റെ ഭാവി തകർക്കും വിധം കുട്ടികളിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മുതിർന്നവർക്ക് വിൽ പവർ കൊണ്ടും ഉപേക്ഷിക്കാനുള്ള അധ്വാനം കൊണ്ടും ലഹരിയെ ഒരു പരിധിവരെയൊക്കെ അകറ്റി നിർത്താൻ സാധിക്കും. എന്നാൽ കുട്ടികളിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെന്നാൽ അടിമപ്പെട്ടതിൽ നിന്നും മോചനം അവർ ആഗ്രഹിക്കുന്നതേയില്ല. കുടുംബവഴക്ക്, കൂട്ടുകെട്ട്, ചുറ്റുമുള്ളവരോടുള്ള വാശി, പഠനത്തോടുള്ള പേടി എന്നിവയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരെ ലഹരിക്ക് അടിമകളാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അവർ അഭയം തേടുന്നത് ലഹരിയിലേക്ക്. എന്നാൽ ജീവിത പ്രശ്നങ്ങളോട് പൊരുതി യഥാർത്ഥ വിജയം കൈവരിക്കുകയാണ് യഥാർത്ഥ ലഹരി എന്നവർ തിരിച്ചറിയുന്നതേയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിലായാലും, കളികളിലായാലും, പഠനത്തിലായാലും, മറ്റെന്തിലായാലും നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് ലഭിക്കണമെന്നില്ല. നമ്മൾ ഒറ്റപ്പെടുന്നതായും മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുന്നതായും തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ അവസരത്തിലാണ് ലഹരി ഒരു വില്ലനായി കടന്നു വരുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ കുറിച്ചാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ലഹരിക്ക് അടിമകളായി വരികയാണ്. ഒന്ന് രുചിച്ചു നോക്കി കളയാം എന്ന ചിന്തയോടെയാണ് പലരും ലഹരിയെ സ്വീകരിക്കുന്നത്. എന്നാൽ ഒന്ന് അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചുവരവില്ലെന്ന് നമ്മൾ ഓർക്കണം. ഒന്ന് ചോദിക്കട്ടെ, എന്ത് സുഖമാണ് ലഹരി മനുഷ്യന് നൽകുന്നത്? അത് വെറുമൊരു ജീവൻ കൊലയാളി മാത്രമല്ലേ? ലഹരി മനുഷ്യനെ ശാരീരികവും മാനസികവുമായി തകർക്കുന്നു. അതിനു പുറമെയുള്ള ദൂഷ്യഫലങ്ങൾ വാക്കുകൾക്കും അപ്പുറമാണ്. ജീവിതം എന്നത് ഒരുതരം ലഹരിയാണ്. കുടുംബത്തോട്, കൂട്ടുകാരോടുമൊത്ത് ഉല്ലസിച്ച് ജീവിക്കുന്നതിൽ പരം ആനന്ദം മറ്റെവിടെ കിട്ടാനാണ്? ഏതൊരു പരിശുദ്ധനും ഒരു മോശപ്പെട്ട കാലമുണ്ടായിരിക്കും. അതുപോലെ ഏതൊരു പാപിക്കും ഒരു നല്ല ഭാവിയുണ്ട്. ആ നല്ല ഭാവിക്കായി നമുക്ക് ലഹരിയെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Drug addiction has become a serious problem all over the world. Number of people get addicted to drugs is increasing day by day. Once they are addicted to drugs, they are also forced to commit crimes. Many people get addicted to drugs when they see others consuming it. It is necessary that everyone in the society stay away from the drugs. Now, let's listen a few words by Dr. Xavier PJ about drug addiction. Today, I would like to speak about the drug abuses. In Kerala, we are standing first in alcohol abuse. And now the tobacco and cannabis and other drugs like Hans, Panparag, Shambu, Tulasi, all these are psychoactive substances where people get addicted. Why these people are get addicted to these substances? We take food substances, but why people are not getting addicted to these food? Why? Because these things actuates the brain and they get some kind of pleasures. Once a person takes this psychoactive substances which gives the pleasure and they start enjoying the life, maybe an artificial elated mood. That is why they get addicted to these substances. But as they take, they'll start getting addicted to substances. They will start getting withdrawal symptoms if they don't take the substance, and they start developing tolerance, and they will neglect their personal responsibilities at home, and as well as they neglect their work, other places, and they start getting physical problems like liver problems and any other organ damage, then which leads to a disruption in their own biological functions like sleep, appetite, and sometimes they also have problems in adjusting with their social relationship as well as the family problems, and they will have problems, start getting problems at the workplace. That is the time they were brought to our hospital. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുട
വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടുന്നൊരു നാളും നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങോ. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തു പോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും. പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ട ഒരു തലമുറകൾ കരൾ തകർന്നും കണ്ണുകുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും. അതിന്നു നമ്മളെടുക്കണമെന്നീ പ്രതിജ്ഞ ലഹരികൾ അരുതരുത്, പ്രതിജ്ഞ ലഹരികൾ അരുതരുത്. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടില്ലൊരു നാളും നാം. നന്ദി, നമസ്കാരം. It is time to think about health, not drugs. Thank you.